ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ തൊടുപുഴ മാറിക ജസൻ ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്ന കുടുംബാംഗമാണ്. എൻ്റെ പേര് ലിസി. എനിക്ക് 2-3 സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു മോളും ഒരു മോനുമാണ് ഉള്ളത്. മോളെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ മരുമകന് ഡൽഹിയിലായിരുന്നു ജോലി. മോൻ വരുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അതിപ്പം 3 വർഷം കഴിഞ്ഞു. കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ 3 മാസത്തോളം രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. മോന് ഇപ്പോൾ ഒരു കുഞ്ഞുവാവയുണ്ടായി. 11 മാസമായി. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ദൈവത്തോട് ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. അത് മോന് വലതുവശം വീണിട്ട് തലയ്ക്കാണ് മുഴുവനും പറ്റിയത്. കഴുത്തിന് താഴെയിട്ട് ഒന്നും പറ്റിയിട്ടില്ല. അത് വലത് കണ്ണിന് കാഴ്ച പോയി, വലത് ചെവിക്ക് കാഴ്ച പോയി. ഇപ്പോൾ നിലവിൽ ഇടത് ഭാഗം മാത്രമേ കാഴ്ചയുള്ളൂ. ഞങ്ങൾ 3 മാസം കിടന്നെങ്കിലും ഞങ്ങളെല്ലാവരും ദീപികാരുണ്യ ആരാധനയിൽ പങ്കുകൊള്ളു. അപ്പോൾ എൻ്റെ അറിയുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, ഇന്ന സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് ലിങ്ക് ഇട്ട് തന്നു. ഞാൻ അന്ന് തൊട്ട് 2-3 വർഷമായിട്ട് മുടങ്ങാതെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോർജ് എന്നാണ്. കൃഷിപ്പണിയാണ്. ജോർജിന് ഷുഗറുണ്ട്. അപ്പം കാലിലിങ്ങനെ 2 കൈയിലും 2 കാലിലും ഇങ്ങനെ പൊട്ടലായിരുന്നു. പൊട്ടി മുഴുവനും തൊലിയെല്ലാം ഇളകി ഇങ്ങനെ പോകുമായിരുന്നു. അതിന് സ്കിന്നിൻ്റെ ചികിത്സ ചെയ്തു. ഇപ്പോൾ ദീപികാരുണ്യ ആരാധനയിൽ ഞങ്ങൾ എന്നും പങ്കുകൊള്ളും. ദീപികാരുണ്യത്തെ തൊട്ട് കുരിശ് വരയ്ക്കും. അങ്ങനെ അതിൽ നിന്നും ഞങ്ങൾക്ക് ചാച്ചന് സൗഖ്യം കിട്ടി. അതുപോലെ എൻ്റെ മോന് 31 വയസ്സായി. വയറിങ്ങിൻ്റെ പണിയാണ്. മോന് പണിതുകൊണ്ടിരുന്ന സമയത്ത് സെൻസൈഡിൽ നിന്ന് വീണ് നട്ടലിന് പൊട്ടലായിട്ട് ഓപ്പറേഷൻ ചെയ്തിരുന്ന ആഗസ്റ്റ് 9-നായിരുന്നു സംഭവിച്ചത്. 1 വർഷമാകാൻ 2 മാസവും കൂടി ഉണ്ട്. മോന് അങ്ങനെ സജഷനൊക്കെ ശകലം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, ഞാൻ നടക്കുമോ എന്ന് ചോദിച്ചു. തളർന്നു പോകുമെന്നായിരുന്നു വിചാരിച്ചിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോൻ ഒരു കുഴപ്പമില്ല. അവനങ്ങനെ ഇപ്പോൾ സ്പൈനൽ കോഡിന് മാത്രം ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ചെറുതായിട്ട് ഒരു അസ്ഥി പൊട്ടി ഇങ്ങനെ സ്പൈനൽ കോഡിൽ തൊട്ടില്ല എന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ മോന് പയ്യെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ കൊണ്ടുവരാനുള്ളതാണ്, സാക്ഷ്യം പറയാനുള്ളതായിരുന്നു. മോനപ്പോൾ ഇരുന്ന് അങ്ങനെ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ശകലോടെ കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് കൊണ്ടുവരാഞ്ഞത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ പയ്യെ നടന്നു കൊടുക്കുമ്പോൾ ഒരു ശരം ഇതിനരയ്ക്ക് കീഴ്പോട്ട് മരപ്പുണ്ട്. അതുകൊണ്ട് നടക്കുന്നതിൽ ശകലം ഏന്തൽ പോലെ വന്നിട്ടുണ്ട് വലതുവശത്തേക്ക്. അപ്പം ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധന മുടങ്ങാതെ ഞാൻ മരിക്കുവോളം എൻ്റെ കുടുംബത്തിന് ഞാൻ ഈ ആരാധനയിൽ പങ്കുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ അത്ര അനുഗ്രഹങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി. അതുപോലെ തന്നെ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഈ അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. കോടാനുകോടി നന്ദി പറയുന്നു.